ചികിത്സയിൽ തുടരുന്ന ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ശ്വാസകോശത്തിനേറ്റ പരിക്ക് ഭേദപ്പെട്ടു വരുന്നു. എന്നാൽ വെന്റിലേറ്റർ സഹായം തുടരാനാണ് തീരുമാനമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. അതേസമയം വേദനയുള്ളതിനാൽ 1-2 ദിവസം കൂടി വെന്റിലേറ്ററിന്റെ സഹായം ഭാഗികമായി തുടരുമെന്നും മെഡിക്കൽ സംഘം അറിയിച്ചു. ഹാപ്പി ന്യൂ ഇയർ ടുഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ സംസാരമല്ല, വിസ്പറിംഗ് ആയിരുന്നു, മംബ്ലിംഗ്. ഹാപ്പി ന്യൂ ഇയർ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മക്കളോടാണ് ആദ്യം പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ. സോ ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. നമുക്കും കഴിയുന്നതും വേഗം വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം, എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. ഷീസ് ഇപ്പോൾ നമ്മൾ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് വെന്റിലേഷൻ കൊടുക്കുന്നത്. എംഎൽഎക്ക് അപകടമുണ്ടായ കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് ഡാൻസ് പരിപാടിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ച കൂടാതെ പണമിടപാടിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മൃദംഗ വിഷൻ MD നികോഷ് കുമാർ, CEO ഷമീർ അബ്ദുൾ റഹീം, നടി ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ, നികോഷിന്റെ ഭാര്യ എന്നിവരാണ് പ്രതികൾ. നൃത്താധ്യാപകർ വഴി പണപ്പിരിവ് നടത്തിയിട്ടുള്ളതിനാൽ സാമ്പത്തിക ചൂഷണത്തിൽ ഡാൻസ് ടീച്ചർമാരും പ്രതികളായേക്കും. സാമ്പത്തിക ചൂഷണത്തിൽ പരാതിക്കാരായ രക്ഷിതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൃത്തത്തിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാത്തതിനാൽ ബാലാവകാശ കമ്മീഷനും സ്വമേധയാ സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.